ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സാനിറ്ററി ഐറ്റംസും വെറും 19,999 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഷോറൂം. ഇത് രണ്ടും അതിൽ വാഷ് ഡൗൺ റേയും ഈ കാണുന്ന എമിലി വാഷ് ബേസിനും നമുക്ക് 7,499 രൂപ കോംബോ ഓഫർ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു ഗീവ് അവേ തരട്ടെ. ഫാബറിന്റെ ഗ്ലാസ് ടോപ്പ് വരുന്ന ഒരു പ്രീമിയം ഗ്യാസ് സ്റ്റൗ ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തരാൻ പോകുന്നത്. ഇതൊക്കെ ഒരു 13 രൂപ റേഞ്ച് വരുന്നുള്ളൂ. 13 രൂപ താഴെയൊക്കെ നിൽക്കുന്ന ഫുൾ സംഭവം. നമസ്കാരം സുഹൃത്തുക്കളെ, തൃശ്ശൂർ, എറണാകുളം, മലപ്പുറം, പാലക്കാട് ജില്ലകള് അരിച്ചു പെറുക്കിയിട്ട് ഒടുവിൽ ഞാൻ ഈ സാധനം കണ്ടെത്തിയിരിക്കുകയാണ്. 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള 2 ബെഡ്റൂം ഉള്ള 2 ബാത്റൂം അടങ്ങിയിട്ടുള്ള ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സാനിറ്ററി ഐറ്റംസും വെറും 19,999 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഷോറൂമിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് കാണാം. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു ഗീവ് അവേ തരട്ടെ. ഫാബറിന്റെ ഗ്ലാസ് ടോപ്പ് വരുന്ന ഒരു പ്രീമിയം ഗ്യാസ് സ്റ്റൗ ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തരാൻ പോകുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ നിങ്ങൾ കമന്റിൽ ശരി ഉത്തരം എഴുതി ഇടുന്ന ആളുകളിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഈ ഒരു പ്രീമിയം ഗ്യാസ് സ്റ്റൗ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്: ഞാനിന്ന് നിൽക്കുന്ന എമറാൾഡ് ബിൽഡേഴ്സ് കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഇതിൻ്റെ ആൻസർ കിട്ടാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊരു ഹിൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വീഡിയോ കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ് സ്റ്റൗ നിങ്ങളുടെ വീട്ടിലിരിക്കും. നിങ്ങളാവട്ടെ വിജയ്. ഈ ഒരു ഷോറൂമിനെ സംബന്ധിച്ചിടത്തോളം ടൈൽസ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ്, കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സിങ്കുകൾ, ഫുഡ് ആൻഡ് ഹോബ്, ഗ്യാസ് സ്റ്റൗസ്, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. വലിയൊരു ആംബിയൻസ്, നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഷോറൂമാണ്. സാധാരണക്കാരന് ഒരു രണ്ട് ബെഡ്റൂം ഉള്ള അല്ലെങ്കിൽ 3 ബെഡ്റൂം ഉള്ള ഒരു വീട് വെക്കുന്ന ഒരു സാധാരണക്കാരന് മാക്സിമം അഫോർഡബിൾ ആയിട്ട് എവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള നല്ല ഷോറൂമുകൾ എവിടെയൊക്കെയാണെന്ന് നമ്മൾ നിരന്തരം സെർച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്ന ഒരു ഷോറൂമാണ് തൃശ്ശൂർ ജില്ലയിൽ വരുന്ന എമറാൾഡ് ബിൽഡേഴ്സ്. കയ്പമംഗലം എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. 3 പീടിക എന്നാണ് ഷോറൂം നിൽക്കുന്ന ജംഗ്ഷന്റെ പേര് വരുന്നത്. ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന കൊട്ടേഷനിലുള്ള പ്രൊഡക്റ്റുകളുടെ ഡിസൈനുകളും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ്. ഇവരിവിടെ ലേറ്റസ്റ്റ് ആയിട്ട് കെറോവൈറ്റിന്റെ ഒരു പ്രീമിയം സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റുഡിയോക്കകത്ത് നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലോസറ്റും വാഷ് ബേസിനൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. വരൂ, നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഇദ്ദേഹമാണ് കേട്ടോ ഈ ഒരു ഷോറൂമിന്റെ ഡയറക്ടർ. വളരെ യങ് ആയിട്ടുള്ള ഒരാൾ ലീഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടെയാണ്. ഉള്ളത് പറയാൻ അടിപൊളിയായിട്ട് ഈ ഒരു സ്റ്റുഡിയോ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെയും ഗ്രോഹയുടെയും ഒരു സ്റ്റുഡിയോ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ആദ്യമേ പറയാനുള്ള കാരണം ഏത് റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാലും കുറച്ചൊരു പ്രീമിയം ഡിസൈൻസ് അന്വേഷിക്കുന്ന ആളുകൾ വന്നു കഴിഞ്ഞാലും അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. റൈറ്റ്. എന്നാൽ നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ വീഡിയോയുടെ തുടക്കം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ അഫോർഡബിൾ ആയിട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്ന, എനിക്ക് കൊട്ടേഷൻ തന്നിരിക്കുന്ന പാക്കേജ്. അത് എനിക്ക് മാത്രമല്ലല്ലോ, ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കും. എല്ലാ കസ്റ്റമേഴ്സിനും അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാക്കേജ് ആണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാനിറ്ററി ഐറ്റംസ് മുഴുവൻ 20,000 രൂപയ്ക്ക് താഴെ കൊടുക്കാം. 19,900 കൊടുക്കാൻ സാധിക്കും. റൈറ്റ്. അതില് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മോഡലുകളൊന്നും അല്ല കേട്ടോ, ട്രെൻഡിങ് ആയിട്ടുള്ള പ്രീമിയം ഡിസൈനുകൾ തന്നെയാണ് കാണിക്കുന്നത്. 1 by 1 ആയിട്ട് നമുക്കൊന്ന് കാണിച്ചാലോ? അതെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. 9,900 MRP വരുന്ന കരോവിറ്റിന്റെ റേ. അതായത് ഡിസൈൻ കണ്ടാൽ അറിയാം, ഔട്ട്ഡേറ്റഡ് അല്ല. അത് കട്ടിങ്ങോ മറ്റുള്ളോ ഒന്നുമില്ല. എല്ലാവരും ഏറ്റവും കൂടുതൽ നോക്കുക കട്ടിംഗ് ആണ്. അതെ, കാരണം എന്താ അറിയോ, ക്ലീനിങ് ചെയ്യാനേ ഈ ഒരു ഡിസൈൻ ഭയങ്കര എളുപ്പമാണ്. സ്ക്വയർ മോഡൽസ്. അതെ, വെറുതെ വാഷ് ചെയ്ത് നമുക്കൊന്ന് തുണിയെടുത്ത് ഉടച്ച് പോയി കഴിഞ്ഞാൽ അത് ക്ലീൻ ആവും. അതെ, അതായത് ഈ ചളിയോ കറയോ കാര്യങ്ങളോ ഇതിന്റെ മടക്കിലൊന്നും കയറി നിൽക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 9,900 MRP വരുന്ന പ്രൊഡക്റ്റ് ആണ് ആ ബില്ലിൽ വന്നിട്ടുള്ളത്. ഇനി വാഷ് ബേസിലേക്ക് വരികയാണെങ്കിൽ, വാഷ് ബേസിൽ കജാരിയുടെ തന്നെ ഞാൻ കാണിച്ചിടാം. കജാരിയുടെ കരോവിറ്റിന്റെ സിംഗിൾ പീസ് വരുന്ന വാഷ് ബേസിനാണ്. സിംഗിൾ പീസ് വരുന്ന വാഷ് ബേസൻ കരോവിറ്റിന്റെ 3,450 രൂപ MRP ഉള്ള സാധനം. റൈറ്റ്. അതെ, ഇതാണ് ഒരു പാക്കേജിൽ വരുന്നത്. നമ്മുടെ ഡൈനിങ് സ്പേസിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വാഷ് ബേസിന് ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കാൻ സാധിക്കും.
റൈറ്റ്. ഇനിയിപ്പം ഈ തരത്തിലുള്ള ഒരു വാഷ് ബേസിന് 2 ക്ലോസറ്റുകള്, അതേപോലെ ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ CP ഫിറ്റിംഗ്സ്, അതിന്റെ ഹെൽത്ത് ഫോസറ്റ്, ആംഗിൾ കോക്ക്, എന്താണ് ഇതിനകത്ത് കൊടുക്കുന്ന ഇവിടുന്ന് വേസ്റ്റ് കപ്ലിംഗ്, കംപ്ലീറ്റ് പൈപ്പ്, ഷവറിക്ക് വേണ്ട കോക്ക്, ഷവർ കോക്ക് എല്ലാം ഇൻക്ലൂഡഡ്. എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണ് ഇതാ എന്റെ കയ്യിലിരിക്കുന്നത്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി മുഴുവൻ സെറ്റും ആവശ്യമില്ലാത്ത ആളുകൾ ഉണ്ടാവും, ഒരു ബാത്റൂം ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലും പ്രത്യേക ഓഫറുകൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്? കോംബോ ഓഫേഴ്സ് ഉണ്ട്. നമുക്കൊരു ക്ലോസറ്റും ഒരു വാഷ് ബേസിനും നമുക്ക് റേറ്റിൽ കോംബോ റേറ്റിൽ കൊടുക്കാൻ ഞാൻ കാണിച്ചു തരാം. റൈറ്റ്. റാഫി ഭായ്, ഈ 2 മോഡലും നോക്കി വെച്ചോ. ഇത് വാഷ് ഡൗൺ ആണ്, ഇത് സൈഫോണിക് ആണ്. ഇതിൽ വെള്ളം കുറവ് മതി. അതെ, വെള്ളം കുറവ് മതി. അറിയാലോ, കാരണം സൈഫോണിക് ആകുമ്പോൾ വാട്ടർ യൂസേജ് വളരെ കുറവ് മതി. ശരി. അതും കജാരിയുടെ കരോവിറ്റ് തന്നെയാണ്. യെസ്. ഇതും പിന്നെ ഒരു എമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഷ് ബേസ്, ഒരു നല്ല സിംഗിൾ പീസ് കുട്ടി വാഷ് ബേസ്. ആർക്കും വാഷ് ബേസിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അതായത് ബാത്റൂമിന്റെ സ്പേസ് ഒരു പ്രശ്നം തന്നെയാണ്. ചെറിയ സിംഗിൾ പീസ് വാഷ് ബേസിൻ വേണ്ട, സിംഗിൾ പീസ് തന്നെയാണ്. ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നോളുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻസ്. ഇത് രണ്ടും അതിൽ വാഷ് ഡൗൺ റേയും ഈ കാണുന്ന എമിലി വാഷ് ബേസിനും നമുക്ക് 7499 രൂപ കോംബോ. ഒരു ക്ലോസറ്റും ഒരു വാഷ് ബേസും കോംബോ ആയിട്ട്. അതെ, 9900 MRP ക്ലോസറ്റിനും 2550 രൂപ MRP വരുന്ന വാഷ് ബേസിനോട്. ആ ക്ലോസറ്റിനെക്കാട്ടിലും വില കുറവിനാണ് ഞാനത് കോംബോ ഓഫർ ആയിട്ട് തരുന്നത്. സൈഫോണിക് ആണ് ക്ലോസറ്റ് വേണ്ടതെങ്കിലോ? സൈഫോണിക് ആണെങ്കിൽ ആ കാണുന്ന കൂപ്പെ 10300 വരുന്ന കൂപ്പെ ക്ലോസറ്റും ഈ കാണുന്ന എമിലി വാഷ് ബേസിന് നമുക്കൊരു 8499 രൂപ കൊടുക്കാം. 8499 ഒരു 1000 രൂപയുടെ ഡിഫറൻസ്. രണ്ടും കജാരിയ, രണ്ടും ക്വാളിറ്റി ഹൈ എൻഡ് പ്രൊഡക്റ്റ്, ഒരേ വാറന്റി. കസ്റ്റമർ വാഷ് ഡൗൺ ആണ്, ഒന്ന് സൈഫോണിക് ആണ്. അത്ര ഉള്ളൂ. കസ്റ്റമർക്ക് ചോയ്സ് ചെയ്യാം. അവർക്ക് സൈഫോണിക് വേണമെങ്കിൽ സൈഫോണിക് ചൂസ് ചെയ്യാം. ഇത് ആളുകൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ ഞാൻ ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. നിങ്ങളുടെ വീട്ടിൽ 2 ബെഡ്റൂം ഉണ്ടെന്ന് വിചാരിക്കുക, 2നും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഒന്നില് നിങ്ങൾക്ക് ഒരു സൈഫോണിക് ക്ലോസറ്റ് തന്നെ വെക്കണം, ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള ക്ലോസറ്റ് തന്നെ വെക്കണം എന്ന് കരുതുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്ലോസറ്റും ഈ ഒരു വാഷ് ബേസിനും കൂടെ 8500 താഴെ കോംബോ ഓഫറിൽ പർച്ചേസ് ചെയ്യാം. ഇനി 2ാമത്തെ ബെഡ്റൂമിൽ വേറൊരു മോഡലാ വേണ്ടതെന്ന് വിചാരിക്കുക, അവിടെ നിങ്ങൾക്ക് വാഷ് ഡൗണും വെക്കാം, സെയിം രീതിയിലുള്ള വാഷ് ബേസിൻസ്. ഇനി ഈ വാഷ് ബേസിൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ വാഷ് ബേസിൻ മോഡൽസ് ഉണ്ട്. അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആളുകൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുത്തൂടെ? സെലക്ട് ചെയ്യാം. പ്രൈസ് വാരി ചെയ്യും. പ്രൈസ് കമ്പയർ ചെയ്തിട്ട് മേടിക്കാൻ സാധിക്കും. നമ്മളിവിടെ വരുന്ന കസ്റ്റമർക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ, ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ. ഇതൊന്നും ഡെഡ് സ്റ്റോക്കോ അല്ലെങ്കിൽ വിറ്റ് അവസാനിപ്പിക്കണമെന്നല്ല. ഇത് നമ്മളെ പുതിയ ഷോറൂമാണ്. അതെ, പ്രീമിയം ഷോറൂമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് മാക്സിമം ചെയ്യാം. ഏതൊരു കസ്റ്റമർ വന്നാലും ഇതല്ല, ഇനി വേറെ വാഷ് ബേസും വേണോ, വേറെ ക്ലോസറ്റ് വേണോ, ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് മാക്സിമം കൊടുക്കും. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം, ചുമ്മാ ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ചെയ്യാറില്ല. ജെന്യുവിൻ ആയിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത്തരത്തിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന സ്ഥാപനമാണ് ഇവരുടെ എമറാൾഡ് ബിൽഡ്വേഴ്സ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്രൊഡക്റ്റ് റേഞ്ചസ് ആണ്. സാനിറ്ററി ഐറ്റംസ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. വാഷ് ബേസിന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വാഷ് ബേസിന് മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സുകളാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ കഴിയുന്ന വാഷ് ബേസിന്റെ മോഡലുകൾ ഒന്ന് പരിചയപ്പെടുത്തും. ഈ സ്ഥാപനത്തിൽ 650 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് 650 രൂപ. ഒരു സാധാരണക്കാർക്ക് ബാത്റൂമിൽ വെച്ച് കൊടുക്കാൻ, ഒരു പല്ലേക്കാനും ഇതിലെല്ലാം വേണ്ടു, അതിനുള്ള പർപ്പസുകളൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരു വാഷ് ബേസിന് അവൈലബിൾ ആണ്. 650 രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കരോവിറ്റ് പോലത്തെ പ്രീമിയം റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഒരു 1600 1700 ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡിസൈനുകൾ അവൈലബിൾ ആണ്. അതിലൊക്കെ 10 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റും. 10 വർഷം വാറന്റി അതിനുണ്ട്, ഇതിനുണ്ട്. പിന്നെ ഇതിന്റെ ഡിസൈൻസ് ആണ് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കരോവിറ്റിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രീമിയം ഡിസൈൻസ് ആയിരിക്കും. പിന്നെ അവരുടെ ക്വാളിറ്റി വൈസ് ആയാലും ഇപ്പൊ ഒരു മിനിമൽ ആയിട്ടുള്ള നല്ല വാഷബിൾ ആയിട്ടുള്ള സിംഗിൾ പീസ് ആണ് ഈ പറയുന്നത്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഡിസൈൻസ്, ടേബിൾ ടോപ്പ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് കാണാൻ പറ്റും. കാണാം. ഇതെല്ലാം ഇവിടെയും കാണാം. ടേബിൾ ടോപ്പുകളാണ്.
ടേബിളിന്റെ മുകളിൽ നമ്മൾ വെക്കുന്ന വാഷ് ബേസിൻ. basin. നോർമൽ നമ്മൾ വാളിൽ വെക്കുന്നതിനേക്കാളും കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും ഈ ഒരു ടേബിൾ ടോപ്പ് ബേസിൻസിന് അല്ലേ? അതെ, കമ്പാരിറ്റീവ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഇതിന് എക്സ്പെൻസ് കുറച്ച് കൂടുതലാവും, കാരണം നമ്മൾ ടേബിൾ നമ്മൾ ബിൽഡ് ചെയ്യണം. ഏതൊരു സാധാരണക്കാരെ സംബന്ധിച്ച് മറ്റേതാവുമ്പോൾ കൊണ്ടുവന്ന് വെച്ചാൽ മതി. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് പ്രൈസ് കുറവാണ്. ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ അത് കുറവാണ്. അതാണ്. പക്ഷേ മാർക്കറ്റിൽ ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ ഇതാണ്, ടേബിൾ ടോപ്പ്. കാരണം അതിന്റെ ഇന്റീരിയറിന്റെ എൻറ്റയർ ഫിനിഷ്, റാഫി ഭായ് ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, റാഫി ഭായിക്ക് അറിയാം, കാരണം അത് കണ്ടാലറിയാം എങ്ങനെയുണ്ട് ആ മോഡൽ. ഈ ഒരു ഫിനിഷിലേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ടേബിൾ ടേപ്പിലേക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കടയിൽ ഇപ്പൊ ഒരുപാട് ഡിസൈൻസ് ടേബിൾ ടോപ്പിൽ വരുന്നുണ്ട്. ഇതിന് ഏത് കളറിലും അവൈലബിൾ ആണെന്നുള്ളത് വേറൊരു ഓപ്ഷൻ. കളറിലും അവൈലബിൾ ആണ്. വൈറ്റ് കളേഴ്സ്, ഇതിലേക്ക് മാർബിൾ ഷെയ്ഡുകൾ വരുന്നുണ്ട്, സോളിഡ് കളേഴ്സ് വരുന്നുണ്ട്, ഗ്രീൻ ഷെയ്ഡ്സ് ഒക്കെ, ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്, മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്, വൈറ്റിൽ തന്നെ മാറ്റ് ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ കരോവിറ്റില് ഓറം സീരീസ് എന്ന് പറഞ്ഞ സീരീസ് വരുന്നുണ്ട്. ഈ ഓറം സീരീസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഓറം സീരീസ് കജാരിയുടെ കരോവിറ്റിന്റെ തന്നെ ഒരു സ്പെഷ്യൽ ഡിവിഷൻ ആണ്. അത്യാവശ്യം വെറൈറ്റി പ്രൊഡക്ട്സ് ഉണ്ട്. ഇത് കണ്ടില്ലേ, മാറ്റ് ഫിനിഷ്, മാറ്റിൽ തന്നെ വൈറ്റ് കളറ്, അതേപോലെ മറ്റുള്ള കളേഴ്സ്, അതിൽ തന്നെ ഒരു ഡിഫറെന്റ് ഷേപ്സിൽ വരുന്ന ടേബിൾ ടോപ്സ്. ഇത് കണ്ടില്ലേ, ഗോൾഡൻ ലൈൻസ് വരുന്നത്, വൈറ്റില് ഗോൾഡൻ ലൈൻസ്. ഇനിയിപ്പോ നിങ്ങളുടെ വാഷ് ബേസിനകത്തേക്ക് ടാപ്പുകളൊക്കെ ഗോൾഡൻ ഫിനിഷിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനോട് മാച്ച് ചെയ്തിട്ട് ഈ ഒരു ബേസിൻ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കരോയിറ്റിന്റെ തന്നെ ഗോൾഡൻ കളർ ടാപ്സ് നമ്മളതിൽ അവൈലബിൾ ആണോ? റാഫി ഭായ്, ഇതിന്റെ ഫിനിഷസ് കണ്ട, നല്ല പ്രീമിയം ഫിനിഷസ്, ഗോൾഡൻ പ്ലേറ്റിംഗ് നൽകിയിരിക്കുന്നത്. അതെ അതെ, ഗോൾഡൻ. ഇത് റോസ് ഗോൾഡിൽ വരുന്ന റോസ് ഗോൾഡ് ആണ്. ഇത് ഡൈവേർട്ടർ ആണ്, ഷവറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സെയിം ഫിനിഷിൽ വരുന്ന ടാപ്പ് ഇവിടെ വരുന്നത്. അതിൽ തന്നെ ചെറിയ വാഷ് ബേസിൻ ടാപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നമുക്ക് ബക്കറ്റിലേക്ക് വെള്ളം പിടിക്കുന്നതാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡൻ കളറോ കളർഫുൾ ടേബിൾ ടോപ്പ് ഒക്കെ വെച്ച് ഇതേപോലെ ലോങ് ബോഡി ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇത് കൊടുക്കാം. മാത്രമല്ല ഷവർ ഹെഡിലേക്ക് വരുവാണെങ്കിൽ അതും ഗോൾഡൻ ഫിനിഷിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ മൊത്തം നിങ്ങൾക്ക് ഒരു ഗോൾഡ് മഴ ആക്കണമെങ്കിൽ കെറോവൈറ്റില് ഓറം സീരീസ് നോക്കിയാൽ മതി. അതിൽ തന്നെ ഈ മാറ്റ് ഫിനിഷ് വരും. ന്യൂ ജനറേഷൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കളർഫുൾ ഗൺമെറ്റൽ കളർ, ഗൺമെറ്റൽ ഈ ഒരു കളർ. അതെ, ഇപ്പൊ നമ്മളായാലും ഇപ്പൊ വണ്ടി ആയാലും ചില കേസസിൽ എടുക്കുമ്പോൾ ഗൺമെറ്റൽ, അതേപോലെ ഈ ഗൺമെറ്റലെല്ലാം ഇതിന്റെ ഒക്കെ ഫിനിഷ് കണ്ടാലറിയാം റാഫി ഭായ്, വളരെ ട്രെൻഡി ആയിട്ടുള്ള ഫിനിഷാ, സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻസ്, മാറ്റ് ഫിനിഷ് ആണ്. മാറ്റ് ഫിനിഷിൽ ഇത് വെള്ളം വരുന്നത് ശരിക്കും ഇവിടെ എക്സാമ്പിൾ ഇല്ല. വെള്ളം വരുന്നത് തന്നെ എന്റെ വ്യത്യാസം നോക്കി. ഇതിനകത്ത് വെള്ളം വരുന്ന ആ ഒരു ഡ്രെയിൻ ചാനൽ വളരെ തിന്നായിട്ടുള്ളതാണ്. അതിനതുപോലെ ടാപ്പിന്റെ ഫിറ്റിംഗ്സ് ഇതേപോലെയാണ് ഓപ്പൺ ആക്കുന്നത്. അതെ, ഓപ്പൺ ആക്കുന്നത്. ഇത് ഗോൾഡ് ഫിനിഷിൽ, ഗോൾഡ് ഫിനിഷ്. ഇത് കണ്ടാൽ ഇതിന്റെ മോഡലൊക്കെ ഞാൻ വേറെ CP നമ്മളിപ്പോ സ്ഥാപനം നടത്തിയിട്ട് 9 കൊല്ലം. ഇതൊക്കെ ഒരു വെറൈറ്റി ഡിസൈൻസാ, എല്ലാത്തിലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഡിസൈൻസാ, ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസുകൾ തന്നെ ഇവിടെ ഓറം കളക്ഷനിൽ സ്റ്റോക്ക് കയറിയിട്ടുണ്ട് എന്നർത്ഥം. ടാപ്പും അതിന്റെ ബേസിനും മാത്രമല്ല, മൊത്തം ഷവർ പാനലും നമുക്ക് ഗോൾഡിൽ ചെയ്യാൻ സാധിക്കും. അത് റോസ് ഗോൾഡിലും നോർമൽ ഗോൾഡൻ ഫിനിഷിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തും. സാധാരണ ആൾക്കാർ ടെൻഷൻ ഫ്രീ ആവാനാണ് ഈ ബാത്റൂമിൽ കുളിക്കുമ്പോഴാണ് കുറെ പേര് ടെൻഷൻ ഫ്രീ ആവും. അവർക്ക് ഏതൊരു ടൈപ്പിൽ വേണമെങ്കിലും വെള്ളം പാസ് ചെയ്ത്, ഇനി മഴ വേണമെങ്കിൽ മഴ, ഇനിയിപ്പോ വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും ഷവർ ഹെഡ് അല്ലേ, അതെ അതെ. ഈ ഭാഗങ്ങളൊക്കെ ഭിത്തിയിൽ പിടിപ്പിക്കുന്നത്. ഇത് സീലിംഗിനോട് അറ്റാച്ച്ഡ് ആയി പോകും. ഇത് സീലിംഗിനോട് സാധാരണ ഇപ്പൊ ഷവർ പുറത്തേക്ക് ഒന്നും നിൽക്കണില്ല, സീലിംഗിൽ അറ്റാച്ച് ജിപ്സം വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് വർക്ക് ചെയ്തിട്ട് സീലിംഗിനോട് അറ്റാച്ച് ആയി നിൽക്കും. ഇത് ബോഡി ജെറ്റ്സ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നേരെ പുറകുന്ന് നമ്മളെ പുറത്തേക്ക് വെള്ളം അടിക്കാൻ വേണ്ടി ഒരു മസാജ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ ചെയ്യുന്നത് അല്ലേ? ഇത് തന്നെ ഇതിന്റെ ഫുൾ മെക്കാനിസം ഇവിടെ വരുന്നത്. ഇനി അത് ബാക്കിയുള്ള ആക്സസറീസും, ഈവൻ സോപ്പ് ഡിഷ് നോക്കും നിങ്ങൾ, അത് ഗോൾഡൻ കളറിൽ, ഹാങ്ങറിൽ പറയുകയാണെങ്കിൽ അതും ഗോൾഡ് കളറിൽ. ഇതേപോലെ നമ്മുടെ എന്താണ് നമ്മുടെ ബ്രഷ് ഒക്കെ ഇടുന്ന ബ്രഷ് ഹോൾഡർ വെക്കുകയാണെങ്കിൽ അതും ഗോൾഡ് കളറിൽ. ഇത് ഗോൾഡൻ കളറിൽ വരുന്നുണ്ട്. ഇതില് ആ കാണുന്ന ഗോൾഡ് മാത്രല്ല, നമുക്ക് ആ കാണുന്ന കളേഴ്സിന്റെ എല്ലാ കളേഴ്സും നമ്മളിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഗൺമെറ്റൽ വേണമെങ്കിൽ ഇതിന്റെ എല്ലാം ഗൺമെറ്റലും ഉണ്ടാവും, റോസ് ഗോൾഡ് വേണമെങ്കിൽ റോസ് ഗോൾഡും അവൈലബിൾ ആണ്. എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇപ്പൊ കരോവിന്റെ ഓറം സീരീസിൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടെ പ്രീമിയം ആഗ്രഹിക്കുന്നവർ, അതായത് എഞ്ചിനീയേഴ്സ് ആയാലും ശരി, നമ്മളുടെ വീട് പണിയുന്നവരായാലും ശരി, ഹൗസ് ഓണേഴ്സ് ആയാലും ശരി,
അവർക്ക് പറ്റിയുള്ള ബ്രാൻഡാണ് ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ്. അതായത് വീടൊക്കെ കുറച്ച് പ്രീമിയം മോഡേൺ സ്റ്റൈലില് ഇന്റീരിയർ ചെയ്യുന്ന ആളുകൾക്ക് സാനിറ്ററി ഐറ്റംസും ആ ഒരു ലെവലിൽ തന്നെ ചെയ്യണ്ടേ അല്ലെ? ചെയ്യണം. ക്വാളിറ്റി വൈസ് ആണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. ക്വാളിറ്റി സൂപ്പർബാണ്. അത് ഗ്രോഹെ അമേരിക്കൻ പേഴ്സണലി ഞാൻ എൻ്റെ യൂസ് അനുസരിച്ച് എനിക്കറിയാം. ഞാൻ വീട്ടിൽ 25 കൊല്ലം മുമ്പ് എൻ്റെ ഫാദർ UAE ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാണ് ഗ്രോഹെ. അന്ന് മുതൽ 25 കൊല്ലായിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല. റിനോവേഷൻ ചെയ്തപ്പോൾ എനിക്ക് വളരെ വിഷമമായി. കാരണം കംപ്ലൈന്റ് വരാണ്ട് നമ്മ എങ്ങനെയാണ് എടുത്ത് മാറ്റുക? അത്ര ക്വാളിറ്റി വൈസ് അതെ. ഞങ്ങൾ രണ്ടാമത് ഫിറ്റ് ചെയ്ത ഗ്രോഹയാണ്. അത് ആ പ്രൈസിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്. 100% ഗ്രോഹയുടെയും അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെയും പ്രൊഡക്റ്റുകളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ ഗ്രോഹയുടെ ഫിറ്റിംഗ്സുകളാണ്. ഗ്രോഹയും അമേരിക്കൻ സ്റ്റാൻഡേർഡും. റൈറ്റ്. ആ ഒരു ഡിസൈനിൽ തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് കൃത്യമായിട്ട് ഒരുപാട് ആർഭാടവും ഇല്ല. എന്നാലോ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്താണോ കസ്റ്റമർക്ക് ആവശ്യം. ഇപ്പൊ ചിലത് സിങ്ക് കഴുകുമ്പോൾ വാഷ് ബേസിനിൽ ടാപ്പിന് വലിപ്പം ഇല്ല. ആ വലിപ്പത്തിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അത് പ്രീമിയം പ്രൊഡക്റ്റിന്റെ ഡിസൈൻ അത്രയും ഇതാണ്. ഷവറുകളൊക്കെ വരുമ്പോ ഇപ്പൊ ഇതിന്റെ ഒക്കെ എന്ന് പറയുമ്പോ ഇതിന്റെ ഉള്ളില് ഇത്രയും നമ്മൾ ഉദ്ദേശിക്കും ബൾക്കിയാണ്. ഇതിന്റെ ഉള്ളില് വെള്ളം സ്റ്റോറിങ് കപ്പാസിറ്റി ഉണ്ട്. വെള്ളം വന്ന് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടാണ് ഇതിലേക്ക് പ്രഷർ ചെയ്യുന്നത്. സാധാരണ ഡയറക്റ്റ് അല്ല വരുന്നത്. അത്രയും ഡിസൈൻ വൈസ് ടെക്നിക്കലി സൗണ്ട് ആണ്. അതായത് എല്ലാം സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ അമേരിക്കൻ സ്റ്റാൻഡേർഡും ഗ്രോഹയുടെയും ക്ലോസറ്റുകളാണ്. റൈറ്റ്. ഈ ഒരു ഡിസൈൻസ് ഒക്കെ നമുക്ക് ഇത് ഗ്രോഹയിൽ വരുന്ന ഡിസൈൻസ് ആണ് ഈ കാണുന്നത്. പൊതുവെ ഒരു ബഡ്ജറ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് പ്രീമിയം കാറ്റഗറി, കുറച്ച് കൂടുതൽ. അതായത് അവരുടെ പ്രൊഡക്റ്റ് കുറച്ച് കൂടുതലാണ്. ക്വാളിറ്റി വൈസും കൂടുതലാണ്. അതിന്റെ പ്രൈസ് റേഞ്ച് കൂടുതലാണ്. ക്വാളിറ്റി ഇച്ചിരി എന്നാലും എനിക്ക് ഉറപ്പാണ് കമ്പാരിറ്റീവ്ലി ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കൊട്ടേഷൻ ഒരു ബെസ്റ്റ് കൊട്ടേഷൻ ആയിരിക്കും. ഇപ്പൊ ഞാൻ കൊട്ടേഷൻ എടുത്തതിന്റെ എക്സ്പീരിയൻസിലാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വാഷ് ബേസിൻ യൂണിറ്റുകൾ ഇവിടെ ഞാൻ ഒരുപാട് ഐറ്റംസ്, ഇതൊക്കെ ക്യാബിനറ്റ് വരുന്ന മോഡൽ. ഇത് റെഡി ടു യൂസ് വാഷ് ബേസിൻസ് ആണ്. ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം, നേരെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിനകത്ത് സ്റ്റോറേജ് യൂണിറ്റുകൾ അവൈലബിൾ ആണ്, മിറർ അവൈലബിൾ ആണ്. ഇനി മിററിനകത്ത് സ്റ്റോറേജ് വരുന്ന കാര്യങ്ങളുണ്ട്, ബ്രഷും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആളുകൾക്ക് വെക്കാൻ സാധിക്കും. അതേപോലെ ഇവിടെ ഒരു മിറർ വരുന്ന നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആട്ടോ. എത്ര രൂപ മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു വാഷ് കൗണ്ടർ ബേസിൻസ് അവൈലബിൾ ആണ്? നമ്മളുടെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വല്ലാണ്ട് ചീപ്പ് ചെയ്യുന്നില്ല ഈ ഒരു പ്രൊഡക്റ്റ്. കാരണം ഇത് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല. പെട്ടെന്ന് നമ്മൾ 7500 രൂപ മുതൽ നല്ല ക്വാളിറ്റി സാധനങ്ങൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിൽ എൻഷുർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ. അതിലും മിററും അതേപോലെ ബേസിനും ഇതിന്റെ വാനിറ്റി കൗണ്ടറും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഡിസൈൻ അനുസരിച്ച് പ്രൈസ് മാറ്റം. സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന 7500 എന്ന് പറയുന്നത്. പല ഡിസൈനും സൈസും അനുസരിച്ചിട്ട് പ്രൈസ് മാറും. ഇനി ടേബിൾ ടോപ്പിൽ തന്നെ വെറൈറ്റികൾ ഒരുപാടുണ്ട്. സാധാരണ സെറാമിക് ആണ് നമ്മൾ കാണാറ്. ഇത് SS വരുന്ന പ്രൊഡക്റ്റ്. മെറ്റലാണ് ഈ സാധനം. മനസ്സിലായി. മെറ്റലിൽ വരുന്ന 2 കളേഴ്സ് ആണ്. ഇത് മെറ്റലാണ്, സെറാമിക് ഇല്ല. പൊട്ടത്തില്ല. ഇനിയിപ്പം അങ്ങോട്ട് ഞളങ്ങും, പൊട്ടൂല. പിന്നെ ഇതൊക്കെ സെറാമിക്കിൽ തന്നെ സിംബോളിൽ വരുന്ന കളേഴ്സ് ആണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇന്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന സാധനങ്ങൾ നോക്കി സെലക്ട് ചെയ്യാം. ഇതൊക്കെ കോമൺ ആയിട്ട് ആദ്യമേ ഉള്ള പ്രോഡക്റ്റ് ആണ്. ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ട് പ്രോഡക്റ്റ്. ഇതൊക്കെ പല ടൈപ്പ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമ്മുടെ സ്ഥാപനത്തിൽ അവൈലബിൾ ആണ്. ആൾക്കാർക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഏത് ടൈപ്പ് വേണം. ഇനിയിപ്പോ ആളുകളെ ഒരു പ്രത്യേക ഡിസൈൻ മൊബൈലിൽ നിങ്ങളെ കാണിച്ചാൽ അത് ആവശ്യത്തിനനുസരിച്ച് ഇറക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പിന്നെന്താ, നമ്മൾക്ക് പറ്റാവുന്ന റീച്ച് ചെയ്യുന്നത് മിക്ക പ്രോഡക്റ്റും ഞങ്ങൾക്ക് റീച്ചബിൾ ആണ്. കാരണം നമുക്ക് ഏത് കമ്പനിയിലായാലും നല്ല കമ്പനീസ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഡീലർഷിപ്പ് ഉണ്ട്. ഇപ്പൊ സെറ ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഡീലർഷിപ്പ് ഉണ്ട്, സിംബോൾ ആയിക്കോട്ടെ നമുക്ക് ഡീലർഷിപ്പ് ഉണ്ട്, കരോവിറ്റ് ആയിക്കോട്ടെ, ഗ്രോ ആയിക്കോട്ടെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, നോൺ ബ്രാൻഡ് വരുന്നതും നമ്മളെ ഡീലർഷിപ്പ് ഉണ്ട്. കാരണം നമ്മൾ ആ രീതിയിലാണ് ഇതിനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ സൊല്യൂഷൻസ് പരിചയപ്പെടാം. സൊല്യൂഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സിങ്ക്, അതിന്റെ ടാപ്പ്, ഫുൾ ഫിറ്റിംഗ്സ്, ഇനി നേരെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റൗവ്, ഹോബ്, അങ്ങനെ ഫുൾ ഐറ്റംസ് ആയിട്ടുള്ള സിങ്ക് ഒക്കെ എത്ര രൂപ മുതലാണ് നിങ്ങളുടെ കയ്യിൽ സ്റ്റാർട്ടിങ് വരുന്നത്? ഹാൻഡ് മെയ്ഡ് ഒക്കെ ആണെങ്കിൽ ഹാൻഡ് മെയ്ഡ് സിങ്ക് 2000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നോർമൽ ആണെങ്കിൽ 1000 രൂപ മുതൽ സ്റ്റാർട്ട്. സാധാ മെഷീൻ സിംഗിൾ ബൗൾ ഇത് ഫുൾ സെറ്റപ്പ് വരുന്നൊരു സിങ്ക് ആണ്. അതെ. ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തും. ഇതിന്റെ ഓപ്ഷൻസ് ഇപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ
ഗ്ലാസ് കഴുകുക, ജ്യൂസ് ഗ്ലാസ് കഴുകുക, ജ്യൂസ് ഗ്ലാസ് കഴിക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ കഴുകുന്നത് അല്ലേ? ഇവിടെ പ്രസ് കേട്ടോ നമ്മുടെ ലിക്വിഡ് ഡിസ്പെൻസർ, അതായത് നമ്മുടെ ഡിഷ് വാഷ് ഒക്കെ നമ്മൾ ഇതിനകത്താണ് ഫില്ല് ചെയ്യുന്നത്. ദെൻ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഷ് വാഷ് ഇതിനകത്ത് പുറത്തേക്ക് വരും. ഫിൽറ്റേർഡ് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ വാട്ടർ യൂസ് ചെയ്യാം. ഇതിപ്പോ നമുക്ക് ഔട്ട് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. ഇത് ഹോട്ടും കൂളും ചെയ്യാൻ പറ്റും. അല്ല ഹോട്ടും കൂളും അല്ല. ഇത് ഇപ്പൊ ഇതിന്റെ കണക്ഷൻ ഇനിയിപ്പോ ഫ്രൂട്ട്സ് വാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വാഷ് ചെയ്യാം. അതായത് ഇതിലിപ്പോ ഇത് മുന്തിരിയോ ഇവിടെ ഒരു ഡ്രെയിൻ ചാനൽ വരുന്നു, അതിനകത്തൂടെ വെള്ളം വരുന്നുണ്ട് അല്ലേ? അതെ. ഇതൊക്കെ ഇട്ട് ഇതങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനങ്ങോട്ട് വാഷ് ചെയ്ത് ഇതേപോലെ ഫ്രൂട്ട്സ് ഇതിനകത്ത് കൂടുതൽ മാലിന്യം അല്ലെ വിഷാംശങ്ങൾ ഉള്ളതാണല്ലോ ഫ്രൂട്ട്സ്. അപ്പൊ ഇവനെല്ലാവരും കഴുകണം. അപ്പൊ ഇതിലങ്ങോട്ട് ഇട്ടിട്ട് കഴുകി കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ ഒരു അല്ലി അടി കൂടെ പോകാനുള്ള ഗ്യാപ്പും ഇല്ല. എല്ലാം ഈ ഒരു പ്ലേസ്. പിന്നെ ഇതില് തന്നെ ഇത് നമ്മളുടെ സാധാ സിങ്ക് ടാപ്പ്, ഇതിന് തന്നെ ഔട്ട് ചെയ്യാം. പിന്നെ പ്രഷർ മാറ്റാം. നമുക്ക് ഈ ഒരു സിങ്ക് കഴുകണമെങ്കിൽ അതിന്റെ ഓരോ സ്പേസിലേക്കും കൊണ്ടുപോകാൻ പറ്റും. അതെ, ഇനിയിപ്പോ ഇതിനെല്ലാത്തിനും എടുത്ത് മാറ്റാം. ഇപ്പൊ ഇതായാലും എടുത്ത് മാറ്റാം, ഇതെടുത്ത് മാറ്റാം, ഇതെടുത്ത് മാറ്റാം. നോർമൽ സിങ്കായി ഇത് കാണില്ലേ? ഇത്തരത്തിലുള്ള സിങ്ക് വേണമെങ്കിലും ഇവിടെ വന്നാൽ കിട്ടും. അതല്ല നോർമൽ സിംഗിൾ ബൗൾ സിങ്ക് ആണെങ്കിലും ഇവിടെ വലിയൊരു കളക്ഷൻസ് അവൈലബിൾ ഉണ്ട്. എല്ലാ റേഞ്ചും എല്ലാ ടൈപ്പ് സിങ്കും നമ്മളതിൽ അവൈലബിൾ ആണ്. ഇതിപ്പോ ഷോ ഡിസ്പ്ലേ വെച്ചെന്നുള്ളൂ. ബാക്കിൽ എല്ലാ ഡിസ്പ്ലേ എല്ലാ ഇതും നമ്മളെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇതൊക്കെ ഒരു 13 രൂപ റേഞ്ച് വരുന്നുള്ളൂ. 13 രൂപ താഴെയൊക്കെ നിൽക്കുന്ന ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ട്രെൻഡിങ് അല്ലേ, അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ഹുഡ് ആൻഡ് ഹോബിലേക്ക് വരികയാണെങ്കിൽ ഏതൊക്കെ ബ്രാൻഡുകളാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? നമ്മളില് വരുന്നത് ഫേബർ വരുന്നുണ്ട്, കുച്ചിനെ വരുന്നുണ്ട്. ഈ രണ്ട് ബ്രാൻഡുകൾ വരുന്നുണ്ട്. റൈറ്റ്. അപ്പൊ ഇതിലിപ്പോ നമുക്ക് ഇതേപോലെ ഫ്ലാറ്റ് മോഡൽ ഉണ്ട്, ഇതേപോലെ സ്ലോപ്ഡ് ആയിട്ട് വരുന്ന മോഡലുകളും അവൈലബിൾ ആണ് അല്ലെ? അതിൽ തന്നെ ഇത് കറക്റ്റ് ആ ഒരു കൗണ്ടറിന്റെ ലെവലിൽ വരുന്നതും കൗണ്ടർ ലെവലിൽ വരുന്നതാണ്. ഫിറ്റ് ഒരെണ്ണം സാമ്പിൾ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ അത് ലെഗ് വരുന്നല്ലേ? അതെ, ഇത് ലെഗ് വരുന്നത്. ഇതിപ്പോ കൊച്ചിനെ തന്നെ മുകളിൽ വരുന്ന മോഡലാണ്. അതായത് ആർക്കും കട്ട് ചെയ്തിട്ട് ഇറക്കാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും. ഇതൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസ് നമ്മൾ ഇങ്ങനെ അതിനകത്തേക്ക് ഇറക്കി വെക്കണം, സിങ്ക് ഒക്കെ ഇറക്കി വെക്കുന്നത്. ഇതാണെങ്കിൽ നിങ്ങൾ ഇറക്കി വെക്കേണ്ട, നേരെ നമ്മുടെ ഗ്യാസ് സ്റ്റോവ്, സ്റ്റീലിന്റെ ഗ്യാസ് സ്റ്റോവ് ഉപയോഗിക്കുന്ന പോലെ തന്നെ അവർക്ക് ഉപയോഗിക്കാനും സാധിക്കും, ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പൊ ഇതിനകത്തൊക്കെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് അല്ലെ? ആളുകളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സ്ഥലം മറക്കണ്ട, എംറാൾഡ് ബിൽഡേഴ്സ്. ഈ ഒരു ലൊക്കേഷൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എംറാൾഡ് 3 മീഡിയ കയ്പമംഗലം ഇതിന്റെ സ്പോട്ട് വരുന്നത്. അതായത് തൃശ്ശൂരിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ, കൊടുങ്ങല്ലൂർ തൃപ്പയാറിന് നടുവിലായിട്ട് വരും. ഇവിടെ സാനിറ്ററി കിച്ചൺ ഐറ്റംസ് മാത്രമല്ല, ടൈൽസിന്റെ വലിയൊരു കളക്ഷൻ. ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തതിലുണ്ട്. നമ്മള് ടൈലിന്റെ എക്സാക്ട് വീഡിയോസ് നമ്മുടെ തന്നെ ചാനലിൽ വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഏരിയ ടൈൽസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ സാനിറ്ററി, ഇപ്പൊ പ്ലംബിംഗ്, ഇതേപോലെ കിച്ചൺ ഹോബ് എല്ലാം ഒരു കൊടക്കീഴിലാക്കണം എന്ന പ്ലംബിംഗ് സുപ്രീം അതായത് SI ഉള്ള ബ്രാൻഡ്. ക്വാളിറ്റി കൂടുതലും നോക്കും. കാരണം വല്ലാണ്ട് ചീപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഗുഡ് വില്ലിനെ ബാധിക്കും. 2016 മുതൽ ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് മെയിനാണ്. നമ്മളിവിടെ ഫീഡ്ബാക്കുകൾ ഉണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ നമ്മൾ റെഡിയാക്കാം. നമുക്കതാണ് ഏറ്റവും വലുത്. കാരണം ഇന്നും നാളെ നിർത്തി പോകാനുള്ള പരിപാടിയൊന്നും അല്ല. കാരണം ഞങ്ങൾക്ക് ലൈഫ് ലോങ് കൊണ്ടുനടക്കണം. ഇത്രയും വലിയൊരു സ്ഥാപനം, വാപ്പായിട്ട് തുടങ്ങിയ സ്ഥാപനം ഞാനായിട്ട് കൊണ്ടുപോകുന്നു. വാപ്പയും എന്റെ പിന്നിലുണ്ട്. അതേപോലെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം. എനിക്ക് എന്റെ മക്കളിലോട്ടും അതങ്ങനെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗുഡ് വിൽ മസ്റ്റാ. അതുകൊണ്ട് ഇവിടെ വല്ലാണ്ട് ചീപ്പ് സാധനങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ക്വാളിറ്റിയിൽ ഞങ്ങൾ കോംപ്രമൈസ് ഇല്ല. എല്ലാം നമുക്ക് കിച്ചണിലെ ഈ ഭാഗത്ത് കൊടുക്കുന്ന ടൈലുകൾ ഒത്തിരി ആളുകൾ അന്വേഷിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ചെറിയ സൈസ് ടൈലുകൾ, ആ ഒരു ടൈലിന്റെ വലിയൊരു കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വലിയ സൈസ് ടൈലുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു. അപ്പൊ അതിൽ ഒരുപാട് ആളുകൾ ചെറിയ സൈസ് ടൈലുകളെ കുറിച്ച് അന്വേഷിച്ചു. അതിന്റെ കണക്ഷൻസ് ഇവിടെ ഉണ്ട്. അത് ഈ വീഡിയോയിൽ നമുക്കൊന്ന് കാണാം. കിച്ചന്റെ ക്യാബിനറ്റിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഡിസൈനർ ടൈപ്പ് ടൈലുകളുടെ വലിയൊരു സെക്ഷൻ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അല്ലെ? പിന്നെ മൊറോക്കൻ സീരീസ്, റോമൻ സീരീസ്, ആത്തൻകുടി മോഡൽ, അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതൊക്കെ സൈസ് വരുന്നത് എത്രയാ?
ഇതൊക്കെ 1/1 202 ഇതൊക്കെ 200 വരുന്നുള്ളൂ. ഓ, ചെറിയ സൈസ് ഇപ്പൊ ട്രെൻഡിങ് അതാണ്. അതെ, വളരെ ചെറിയ സൈസ് ടൈലിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ പേജറിലെ അതിന്റെ ഒരുപാട് മോഡൽസ് പിന്നെ നമുക്ക് ഇതേപോലെ പേജർ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള മോഡൽസുകൾ കാണാൻ സാധിക്കും. സ്റ്റോൺ ടൈപ്പ് വരുന്നുണ്ട്, അതേപോലെ കിക്കാറ്റ് ടൈപ്പ് വരുന്നുണ്ട്, ചെറിയ ടൈപ്പ് ടാഡോ ടൈൽസ് ടൈലുകൾ. ഈ ടൈലുകളൊക്കെ ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ടൈപ്പ് ടൈലുകളാണ്. ഇനി മൊറോക്കൻ സ്റ്റൈലിൽ വരുന്ന ടൈലുകളാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ടൈലാണ്. അത്യാവശ്യം നല്ല ഗ്യാപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റേഴ്സിന്റെയും കിച്ചന്റെ ഗ്യാപ്പില് വാഷ് ബേസിന്റെ ബാക്കിലത്തെ വാളില് അവിടേക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ടൈലുകളാണ്. നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കുഞ്ഞു ടൈലുകൾ ചെയ്യാൻ സാധിക്കും. ഞങ്ങളിവിടെ 15 രൂപ മുതൽ ടൈലുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ കാണുന്ന മോഡലുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇപ്പൊ സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് 15 രൂപ, 18 രൂപ, 20 രൂപക്ക് സ്ക്വയർ ഫീറ്റിന്. അതെ, വെറും 15 രൂപ. മോഡൽസ് ഒക്കെ ഒന്ന് കാണിക്കാം. മോഡൽസ് 15, 10, 2 ഉണ്ട്, 18, 12 ഉണ്ട്. അതേപോലെ ഈ കാണുന്ന ഡിസൈൻസ് ഉണ്ട്. സോ ഡിസൈൻസ് വൈസ് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ കിച്ചന്റെ ബാക്കിലോ വാഷ് ബേസിന്റെ ബാക്കിലോ ഒക്കെ നിങ്ങൾക്ക് ഒരു ഡിസൈൻസ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ വളരെ കുറഞ്ഞ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. മാർച്ച് സ്റ്റോക്ക് എടുപ്പിന് ശേഷം ഞങ്ങളിപ്പോ ഒരുപാട് മോഡൽസ് ഞങ്ങൾ ഓഫർ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാല് 18, 12, 15, 10, 2 മോഡലുകള് 15 രൂപ, 20 രൂപ, 25 രൂപ എന്നുള്ള രീതിയിൽ ഒരു സാധാരണക്കാർക്ക് ഒരു ബാത്റൂം സെറ്റ് ചെയ്യണമെങ്കിൽ അവർക്കൊക്കെ ഇതൊന്നും ഞങ്ങൾ ലാഭം നോക്കിയിട്ടല്ല, അങ്ങനെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അത്രയും വേഗം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. സ്റ്റോക്ക് ക്ലിയർ ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ, സ്റ്റോക്ക് തീരുന്നത് വരെ ഓഫർ ഉള്ളൂ. പിന്നെ ഈ മോഡൽസ് ഒക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓഫർ കൊടുക്കാൻ സാധിക്കും. എന്തായാലും അത്യാവശ്യം കൂടുതൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് മെയ് മാസത്തിലാണ്. അത് കഴിഞ്ഞ് അടുത്തത് ജൂൺ മാസം, ജൂലൈ മാസമാണ് വരുന്നത്. ഈ പറഞ്ഞ സമയത്തൊക്കെ ഈ ഒരു മോഡലും ഈ ഓഫേഴ്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. 2 മാസം 3 മാസം വരെ നമുക്ക് ഈ ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ജൂലൈ അവസാനം വരെ നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഈ പറഞ്ഞ ഓഫറുകളൊക്കെ ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾക്ക് നല്ലൊരു സാനിറ്ററി ഷോറൂമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് വിസിറ്റ് ചെയ്യാവുന്ന ഷോറൂമാണ് എമറാൾഡ് ബിൽഡ്വേഴ്സ്. കയ്പമംഗലത്ത് 3 പീടിക എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യട്ടെ. ഇവരുടെ സോഷ്യൽ മീഡിയ പേജിന്റെ ലിങ്കുകൾ ഞാൻ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റുകൾ, ഇവരിവിടെ ചെയ്യുന്ന പുതിയ പുതിയ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലൈവ് അപ്ഡേറ്റ്സ് കിട്ടാനും അത് സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഗീവ് അവേയുടെ കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഗീവ് അവേയിൽ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ നൽകുന്നത് ഫേബറിന്റെ ഗ്ലാസ് ടോപ്പിൽ വരുന്ന ഒരു ഗ്യാസ് സ്റ്റൗ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എമറാൾഡ് ബിൽഡ്വേഴ്സ് കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് എത്ര വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ആൻസർ കൃത്യമായിട്ട് കമന്റിൽ എഴുതുന്ന ആൾക്കായിരിക്കും, അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഈ ഒരു സമ്മാനത്തിന് അർഹത ഉണ്ടായിരിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റിനോടൊപ്പം ആഡ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ.